അടിപൊളി, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് വൈബ്? എങ്ങനെയുണ്ടായിരുന്നു തിയേറ്റർ വൈബ്? തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ പൊളിയായിരുന്നു, രക്ഷയില്ലായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ്. ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്? ഇല്ല, മുന്നേ കണ്ടിട്ടുണ്ട്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. നമുക്ക് ഇത്രയും വർഷമായിട്ടും നമുക്ക് ആ ഒരു ഇത് കുറയുന്നില്ല, ആ ഒരു ഹൈപ്പ് അങ്ങനെ നിൽക്കുകയാണ്. നല്ല വൈബാണ്, പടം കാണാൻ നല്ല ഫീലോടെ പടം കാണാൻ വിഷയമില്ല, തെറ്റാണ്. എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ഇപ്പൊ ചെയ്ത്. ടോബി നാളെ അണ്ണന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേയുടെ തലേ ദിവസം തന്നെ ഈ പടം കാണാൻ കഴിഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, ഫാൻസിന്റെ ഷോ ആയിരുന്നു, എന്താ പറയാ, സെലിബ്രേഷൻ ആയിരുന്നു. ഒന്നാമത്തെ കാര്യം പറയണോ, ആ സ്മോക്കി സീനില്ലേ, അതൊക്കെ തിയേറ്റർ കത്തി എന്ന് പറഞ്ഞാൽ പറയാം. കൊള്ളായിരുന്നു, നല്ല പടമല്ലേ, എല്ലാവർക്കും അറിയാലോ. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലായിരുന്നു. പിന്നെ തിയേറ്റർ കത്തിയെ ഓരോരോ പാടിനൊക്കെ നമ്മൾ കിടന്ന് ഫ്രണ്ടിൽ തുള്ളുമായിരുന്നു എല്ലാവരും. നല്ല രീതിയിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഇത് രണ്ടാം തവണയാണ്, പടം ഇറങ്ങിയ തവണ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വിജയുടെ പടം പറയണ്ടല്ലോ, തിയേറ്റർ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഒരുപാട് തവണ കണ്ടതല്ലേ, എന്നിട്ടും എങ്ങനെ ഉണ്ടായിരുന്നു? അത് വിജയുടെ പടം പ്രത്യേകിച്ച് തിയേറ്ററിൽ കാണുന്ന ഫീല് വേറെ നമ്മള് നോർമലി മൊബൈലിൽ കണ്ടാലോ എങ്ങനെ എന്തായാലും കിട്ടത്തില്ല. അതൊരു വികാരം തന്നെയാണ്, അത് തിയേറ്ററിൽ തന്നെ കണ്ടാലേ കിട്ടത്തുള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നൈസാണ്. തിയേറ്ററിൽ കണ്ടതാണ്? തിയേറ്ററിൽ ആദ്യം കണ്ടതാണ്. വീണ്ടും കാണുമ്പോ ഭയങ്കര ഒരു പണ്ടത്തേതൊക്കെ ഒരു നൊസ്റ്റാൾജിക് മൊമെന്റ് പറഞ്ഞുണ്ട്. എങ്ങനെയുണ്ടാ മ്യൂസിക് ഓളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നൈസായിരുന്നു, ഡാൻസ് ഫുൾ വൈബാണ്. വിചാരിച്ച പൊളിയായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്. പണ്ടത്തെ വൈബ് കിട്ടിയതുപോലെ, പണ്ട് നമ്മൾ എങ്ങനെ പോയി കണ്ടോ അതേ വൈബ് കിട്ടിയതുപോലെ പൊളി. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടാ? തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു വൈബ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു തിയേറ്റർ? നന്നായിട്ടുണ്ട് പടം. റിലീസിന് കണ്ടപ്പോ പടം നന്നായിട്ട് കാണാൻ പറ്റി. കാരണം ഇത്രയും നാൾ ടിവിയിലാണ് നമ്മളത് കണ്ടത്. തിയേറ്ററിൽ വന്ന് റിലീസിന്റെ അന്ന് സമയത്ത് കണ്ടത് തന്നെ. അതിനുശേഷം പിന്നെ ഒരു പ്രാവശ്യം കൂടെ കാണുന്നുണ്ടായിരുന്നു, അതിപ്പോ ഇവിടെ ഒരു ഓളമായിരുന്നു തിയേറ്ററിനകത്ത്. പിന്നെ ഡാൻസ് വൈബായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് കൂടെ കണ്ടിട്ട് പറയാം, അടുത്ത ടിക്കറ്റ് എടുത്ത് വെച്ചേക്ക്. ഒരുപാട് തവണ കണ്ട പടങ്ങളല്ലേ, അപ്പം വീണ്ടും വന്നപ്പോഴത്തേക്ക് ഇങ്ങനത്തെ തിയേറ്ററിൽ കാണാൻ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. കിട്ടില്ല പടം. എങ്ങനെയുണ്ടാ? മ്യൂസിക് ഒക്കെ വന്നപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ബാസ് പറയാതിരിക്കാൻ വയ്യ, കിട്ടില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് മുമ്പ് തിയേറ്ററിൽ കണ്ടതാണ്, വീണ്ടും കണ്ടപ്പോഴത്തേക്ക് കൊള്ളായിരുന്നു, നല്ല പടം. എങ്ങനെയാ? ഫാൻസുകാരുടെ കൂടെ കണ്ടപ്പോഴത്തേക്ക് എങ്ങനെ? ഫാൻസുകാരുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? കിടില എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാരും ഒരു വട്ടം കണ്ട ഓളമായിരുന്നു. ആ ഓളത്തിന്റെ കൂടെ എക്സ്പീരിയൻസ് അതായിരുന്നു ഹൈലൈറ്റ്. നാളെ വിജയുടെ ബർത്ത്ഡേ ആണ്. ആണോ? വിജയ് ഫാനല്ല, പക്ഷെ ഒരു വിന്റേജ് മൂവി ലവറാണ്, അങ്ങനെ വന്ന് കണ്ടതാണ്. പിന്നെ എന്താ പറയാ, മുമ്പ് കണ്ട എന്റെ ഒരു ഫീൽ ചെയ്യുന്നു. സൂപ്പറാണ്. കേട്ടില്ലേ? പിന്നെ പാട്ട്, എല്ലാ പാട്ടിന്റെയും ഓരോ ഡാൻസും വീട്ടിൽ കാണുമ്പോ നല്ല. മുമ്പ് നമ്മൾ ടിവിയിലൊക്കെ കണ്ട സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ഡോൾബിയിലും 4K കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. കഴിഞ്ഞ തൊട്ട് ഇതേപോലെ ഗില്ലിക്കാണ് പോയത്. അപ്പൊ ഇപ്രാവശ്യം അതേ ഒരു വൈബ് കിട്ടി. ഫാൻസിന്റെ കൂടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ച് കാണാൻ പറ്റിയ നല്ല സിനിമയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ? തിയേറ്ററിൽ കാണാൻ പറ്റാത്ത പടമായിരുന്നു. ഇപ്പൊ റിലീസ് കണ്ടപ്പോ നല്ല ഒരു ഓളമായിരുന്നു. സ്ക്രീൻ പ്രസൻസ് കിടിലാണ്. പിന്നെ പണ്ട് നമ്മള് നിരിച്ചൊരു സ്ഥലമാണ്, വീണ്ടും ഒരു വൈബ് തിരിച്ചു കിട്ടി. ഹാപ്പി ബർത്ത്ഡേ. ഒരു ആവേശമാണ്. ആവേശം ഉള്ളത് കൊണ്ടാണ് പിന്നെയും പടമാണ് കാണാൻ വന്നത്. ഓരോരുത്തരുടെ വിജയക്കാരും കൂടെയാണ്. അവിടുത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, കേക്ക് കട്ടിങ് എന്തുണ്ട്.